ഇപ്പോ നമ്മൾ രണ്ടുപേർക്കും നമ്മുടെ മക്കളെ നഷ്ടപ്പെട്ടു. അമ്മമാരെക്കാൾ വലുത് ഇപ്പൊ വയലോരം വീടും അവരുടെ ഭർത്താക്കന്മാരുവാ. അതങ്ങനെയല്ലേ വേണ്ടത്? വിവാഹം കഴിഞ്ഞ പെൺമക്കൾ സുമംഗലികളായി ജീവിക്കുന്നത് കണ്ട് നമ്മൾ സന്തോഷിക്കണം. എനിക്ക് പരിപൂർണ തൃപ്തിയാ. എനിക്കും തൃപ്തിയൊക്കെ ഉണ്ട്. എന്നാലും നമ്മുടെ മക്കൾ ഭർത്താവിന്റെ വീട്ടിൽ ഒരുമിച്ച് നിൽക്കണം. സീത ഒട്ടും സഹകരിക്കുന്നില്ലെന്ന് മതിക്ക് പരാതിയുണ്ട്. മതിയുടെ ഭാഗത്തുനിന്ന് ചില തെറ്റുകളൊക്കെ പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ സീതയും കുറെ തെറ്റുകളൊക്കെ ചെയ്ത കാര്യം എനിക്കറിയാം. അതൊക്കെ എന്തു തന്നെ ആയാലും സീതയുടെ മകളെ സ്വന്തം കുഞ്ഞായിട്ട് കാണാനുള്ള മനസ്സോടെ തന്നെയാ മതി അവിടെ ചെന്ന് കയറിയത്. മതി എപ്പോഴും പറയും, എനിക്ക് പിറക്കാതെ പോയ മോളാണ് കുഞ്ഞുമണിയെന്ന്. എന്തായാലും രവിക്കൊരച്ഛനാകാനുള്ള ഭാഗ്യം ദൈവം കൊടുത്തിട്ടില്ലെന്നാ എനിക്ക് തോന്നുന്നത്. ആ സ്ഥിതിക്ക് സീതയുടെ മോളെ എന്റെ സ്വന്തം പേരക്കുട്ടിയായി സ്വീകരിക്കാൻ ഞാൻ തയ്യാറായി കഴിഞ്ഞു. ഓഹോ, അതാ നിങ്ങളുടെ ഉദ്ദേശമല്ലേ? ആഹാ, മിസ്റ്റർ പൂക്കടി ഇവിടെ ഉണ്ടായിരുന്നു. ആ. ഇരിക്കൂ, നമുക്ക് സംസാരിക്കാം. എനിക്ക് നിങ്ങളോട് വർത്താനം പറയേണ്ട കാര്യമില്ല പെണ്ണുമ്പിള്ളേ. കെട്ടിയവർ സ്വത്തുക്കൾ മുഴുവൻ ഞങ്ങളുടെ മകൾ സീതയുടെ കൊച്ചിന്റെ പേരിൽ എഴുതി വെച്ചപ്പോൾ തുടങ്ങിയതായിരിക്കും ഈ ചൊറിച്ചിൽ. എന്നാ കേട്ടോ, നിങ്ങളുടെ അടവുകൾ ഒന്നും നടക്കില്ല. ഞങ്ങളുടെ കൊച്ചിന്റെ പേരിൽ എഴുതിയ സ്വത്തുക്കൾ ഞങ്ങൾക്കാണ്. അത് തട്ടിയെടുക്കാമെന്ന് നിങ്ങൾ കരുതണ്ട. എടോ, ഈ പറയുന്ന സ്വത്തുക്കളൊക്കെ ഞാനും എന്റെ മോളും അനുഭവിക്കേണ്ടതാ. പിന്നെ എന്താ അനുഭവിക്കാൻ പറ്റാത്തത്? കയ്യിലിരിപ്പിന്റെ ഗുണം. അത് ഞങ്ങളുടെ കൊച്ചിന് കിട്ടിയതേ ആ കൊച്ചിന്റെയും അവളുടെ അമ്മയുടെയും ഭാഗ്യം. പക്ഷെ ആ ഭാഗ്യം അടിച്ചു മാറ്റാൻ വന്നാലുണ്ടല്ലോ, ഈ പൂക്കോടി രാഘവൻ ആരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കും. മനസ്സിലാക്കാൻ ഒന്നുമില്ലടോ. താനും തന്റെ കുടുംബക്കാരും മഹാതറകളാണെന്ന് എനിക്കറിയാം. പോത്തിനോട് വേദോദം വന്ന എന്നെ പറഞ്ഞാ മതി. നീ വേദോതേണ്ടത് നിന്റെ മോളുടെ ചെവിയിലാണ്. അവളുടെ അത്രയും തറയല്ല ഞാനും എൻ്റെ കുടുംബക്കാരും. എന്റെ കയ്യിൽ നിന്ന് കിട്ടണമെങ്കിലേ ഇറങ്ങിപ്പോ. നോക്കിക്കോ, നിങ്ങൾ ഇതിനനുഭവിക്കൂ. അനുഭവിപ്പിക്കും ഞാൻ. ഓ, ജലജകുമാരിയാ പറയുന്നേ. നമുക്ക് കാണാം. കാണാം. ആ, ഇനി ഇതിന്റെ പേരിൽ അവര് സീത വല്ലതും ചെയ്യുമെന്ന എന്റെ പേടി. ഒരു പുല്ലും ചെയ്യില്ല. ഇനി എന്റെ സീതമോൾക്ക് ഈ അമ്മാമ്മയുണ്ട്. അതേടി, ഇനി എൻ്റെ അടുത്ത് ഇവളുടെയും ഇവളുടെ മോളുടെയും ഒരു കളിയും നടക്കില്ല. എൻ്റെ ശക്തി എന്താണെന്ന് ഞാൻ കാണിച്ചു കൊടുക്കാൻ അവൾക്ക്. ജീവിക്കാനും മരിക്കാനൊക്കെ ഒരു ഉറച്ച തീരുമാനം വേണം. ആ തീരുമാനമാണ് മനസ്സുജമ്പായി ധൈര്യം. അതുണ്ടെന്ന് അയ്യപ്പൻകുട്ടി സാറ് തെളിയിച്ചു. എന്നാലും ഇങ്ങനൊരവസ്ഥയിൽ കാണേണ്ടി വന്നല്ലോ പിച്ചളെ. ജീവനുണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷേ എന്താ പ്രയോജനം? അയ്യപ്പൻകുട്ടി സാറ് തിരിച്ചു വരും. മനസ്സുജമ്പായി ഒന്ന് ആലോചിച്ച് നോക്കും. ആ സമയത്ത് ഞാൻ വിളിച്ചില്ലേ, സാറ് ഫോൺ എടുത്തില്ല. അതുകൊണ്ടല്ല കുറച്ച് വൈകിയെങ്കിലും ആശുപത്രിയിൽ എത്തിക്കാൻ പറ്റിയത്. മുമ്പിൽ വന്ന് വെല്ലുവിളിച്ച മരണത്തെ സാറ് ജയിച്ചു. ചോർന്നു പോയ ചോര ഞരമ്പിൽ പതഞ്ഞൊഴുകട്ടെ. പഴയ അയ്യപ്പൻകുട്ടി സാറിന് നമുക്ക് കാണാം. പക്ഷേ അതുവരെ കാത്തിരിക്കാനുള്ള സമയമല്ല പിച്ചളെ. കുട്ടൂനെ കണ്ടുപിടിക്കാൻ നമുക്ക് മുന്നുള്ള ഏക പിടിവള്ളിയായിരുന്നു അയ്യപ്പൻകുട്ടി സാറ്. എന്നാരാ പറഞ്ഞത്? ഒരു വള്ളി മുറിയുമ്പം മറ്റൊന്ന് പൊടിച്ചു വരും. നമ്മൾ അന്വേഷിക്കണമെന്നേ ഉള്ളൂ. സഞ്ജുവിനെ തിരഞ്ഞ് വെറുതെ കുറേ സമയം പാഴായി. മതികരയുടെ നമ്പർ ട്രേസ് ചെയ്യാൻ എന്തെങ്കിലും വഴി നോക്കിയല്ലോ. അവക്കൊപ്പം കാണും എൻ്റെ കുട്ടു, അതുറപ്പാ. അതിനൊക്കെ പോലീസിന്റെ സഹായം വേണം ഭായി. കൂട്ടത്തിൽ ഒരുത്തൻ ആപത്തുപെട്ടിട്ട് അനങ്ങാത്ത ടീമാ നമ്മുടെ പോലീസ്. തക്കതായ കാരണമില്ലാതെ അവരാരുടെയും നമ്പറിന്റെ പിന്നാലെ പായില്ല. തമ്പി സാറിനൊന്ന് വിളിച്ചു നോക്കില്ല പിച്ചളെ. വിളിക്കുന്നതിൽ വിരോധമൊന്നുമില്ല. പക്ഷെ എന്താ ഭായി പ്രയോജനം? പ്രയോജനമുണ്ട് പിച്ചളെ, പ്രയോജനമുണ്ട്. എന്ത്? എൻ്റെ അറിവിൽ മതികല ഇപ്പോൾ സാമ്പത്തികമായി തകർന്നു നിൽക്കുക. സ്വത്തുക്കളെല്ലാം സാറ് കുഞ്ഞുവണ്ടിയുടെ പേരിൽ എഴുതി വെച്ചതോടെ മാണിക്യമംഗലം വീട് മാത്രമേ ഉള്ളൂ മതികലയ്ക്കും അമ്മയ്ക്കും. അതുകൊണ്ട്
ഫിനാൻഷ്യലായി ആരെങ്കിലും സഹായിച്ചാൽ മാത്രമേ മതികലയ്ക്ക് കുട്ടിമണിയെ മറ്റൊരിടത്ത് താമസിപ്പിക്കാൻ പറ്റൂ. അങ്ങനെ സഹായിക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് തമ്പി സാറിന് അറിയായിരിക്കും. ബായ് പറഞ്ഞതിലും കാര്യമുണ്ട്. എന്തായാലും തമ്പി സാറിനൊന്ന് വിളിക്കും. ഹലോ സാറേ, ഞാനാ മനസ്സിജനാ. എനിക്ക് സാറിന് അത്യാവശ്യമായിട്ടൊന്ന് കാണണമായിരുന്നു. എന്താ സുജ, കുട്ടിമണിക്ക് എന്ത് പറ്റിയെന്നാ പറഞ്ഞേ? ലെസ്ലി സാഹിബിന്റെ ചികിത്സക്കിടയിൽ കുറേ പ്രശ്നങ്ങളുണ്ടായി സാറേ. ഞാൻ ലോക്കപ്പിൽ കിടക്കുമ്പോൾ അവൾ കുട്ടുവിനെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോയി തമ്പി സാറേ. ജാമ്യത്തിലിറങ്ങി ഞാൻ മാണിക്യമംഗലത്ത് പോയിരുന്നു. പക്ഷേ അവിടെ മതികലയും കുട്ടും ഇല്ല. അവര് വേറെ എവിടെ പോകാനാ സുജ? അവിടെ തന്നെ കാണും. ഇല്ല സാറേ, ആ വീട് മുഴുവനും ഞാനും പിച്ചളെ അരിച്ചു പറക്കി പരിശോധിച്ചതാ. ഓ, എങ്കിൽ സിജൻ ജാമ്യത്തിലിറങ്ങിയ ഊരറിഞ്ഞ് തൽക്കാലത്തേക്ക് ജലജ അവരെ മാറ്റിയതായിരിക്കും. അല്ല തമ്പി സാറേ, ജയിലിൽ നിന്ന് വന്ന മതികലയെ വീട്ടിൽ കയറ്റിയില്ല എന്ന സാറിന്റെ ഭാര്യ പറഞ്ഞു. എന്റെ ഭാര്യയും മോളും പറയുന്നത് ഈ ലോകത്ത് ആരെങ്കിലും വിശ്വസിക്കുവച്ചത്. ഇവിടെ ഈ സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ ഞാൻ ബാംഗ്ലൂരായിരുന്നു. തിരിച്ചു നേരെ വന്നത് മാണിക്യമംഗലത്തേക്കാണ്. അമ്മയും മോളും ഒറ്റക്കെട്ടായി അവിടെ ഉണ്ടായിരുന്നു. എന്നെ അവർ വീട്ടിൽ കയറ്റിയില്ല. ജയിലിൽ നിന്നിറങ്ങിയ മതിയും ജലജയും തമ്മിൽ ഒരു പ്രശ്നമുള്ളതായി ഞാൻ കണ്ടില്ല. അവർ പറഞ്ഞതൊക്കെ കളവാണെന്ന് എനിക്ക് തോന്നിയില്ല സാറേ. ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല സിദ്ധ. അതിന് തൊട്ടു പിന്നാലെ അവർ ഹൈക്കോടതിയിൽ ഒരു പെറ്റീഷൻ കൊടുത്തു. ജലജയുടെ ഭർത്താവും മതികലയുടെ അച്ഛനുമായ മഹാദേവൻ തമ്പി ഭാര്യയും മകളെയും അപകടപ്പെടുത്താൻ ശ്രമിക്കുന്നു. ഞാൻ എൻ്റെ വീട്ടിൽ കയറാൻ പാടില്ലെന്ന് കയ്യോടവര് കോർട്ടോട് വാങ്ങിച്ചെടുത്തു. സത്യം പറഞ്ഞ ആ ഓർഡർ കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. ഭാര്യയും മകളും അങ്ങനെ ചെയ്തല്ലോ എന്ന് ഓർത്തിട്ടല്ല, അവർക്ക് എന്ത് പറ്റിയെന്ന് ഓർത്തു. അവരുടെ നിത്യശത്രുവായി എന്നെ എന്നും ഒപ്പം നിർത്തി എന്നോട് വഴക്കിടാനാ രണ്ടുപേരും താല്പര്യം കാണിച്ചിരുന്നത്. അതായിരുന്നു രണ്ടുപേരുടെയും എനർജി എന്ന് പറഞ്ഞാലും തെറ്റില്ല. ഞാനുമായുള്ള വഴക്കുകൾ ഒരു റീചാർജ് എഫക്റ്റാ അവർക്ക് നൽകിയിരുന്നത്. എന്നിട്ടും എന്തിനാ അവർ എന്നെ അകറ്റിയെന്ന അത്ഭുതം. ആ, ഇപ്പൊ ഉത്തരം കിട്ടി. ആ വീട്ടിൽ ചെന്ന ഞാൻ കുട്ടിമണിയെ കാണുമെന്ന് അവർ പറഞ്ഞു. ഞാൻ കാണാതിരിക്കാൻ അവർ നിയമപരമായി തന്നെ എന്നെ വിലക്കി. സംശയിക്കേണ്ട സജ, കുട്ടിമണിയും മതിയും ആ വീട്ടിൽ തന്നെ ഉണ്ടാവും. സാറേ, സാറ് പറഞ്ഞത് ശരിയാണ്. ഇപ്പോഴത്തെ ഫിനാൻഷ്യൽ ക്രൈസിസിനിടയിൽ കുട്ടുവിനെ മറ്റങ്ങ് ഒളിപ്പിക്കാൻ മതികലയ്ക്കാവില്ല. സിജൻ ടെൻഷൻ അടിക്കണ്ട. കുട്ടിമണിയെ മതി ഒന്നും ചെയ്യില്ല. അവളെ ഒപ്പം നിർത്തി കുഞ്ഞുമണിയെ കൊണ്ടുവരാനാവും അമ്മയും മോളും പ്ലാൻ ചെയ്തിരിക്കുന്നത്. അവരനുഭവിക്കേണ്ട സ്വത്തുക്കളുടെ അവകാശി ഇപ്പൊ കുഞ്ഞുമണിയല്ലേ? സാറേ, ഒരു കടലാസ് പോലെയാ എൻ്റെ കുട്ടുവിൻ്റെ മനസ്സിപ്പോ. അതിലാർക്കും എന്ത് വേണേലും എഴുതി ചേർക്കാം. മതികല എഴുതുന്ന അക്ഷരങ്ങൾക്കനുസരിച്ചായിരിക്കും ഇനിയുള്ള കുട്ടിമണി രൂപപ്പെടുന്നത്. സിജൻ ധൈര്യമായിരിക്കെ, അങ്ങനെയൊന്നും സംഭവിക്കില്ല. എന്തായാലും കുട്ടിമണിയും മതികലയും മാണിക്യമംഗലത്ത് തന്നെ ഉണ്ടാവും. ഇത് എൻ്റെ ഒരു ഊഹം മാത്രമാണ്. ഇനിയൊന്ന് കൺഫേം ചെയ്യാം. തമ്പി സാറ് അതിനുവേണ്ടി കഷ്ടപ്പെടണ്ട. ഞാൻ ഒരിക്കൽ കൂടി മാണിക്യമംഗലത്തേക്ക് പോവാം. കുട്ടിമണിയും മതികലയും അവിടെ ഉണ്ടോയെന്നറിയാൻ ആരും മാണിക്യമംഗലത്തേക്ക് പോകേണ്ട കാര്യമില്ല സിജ. അല്ലാതെ തന്നെ നമുക്കെല്ലാ ഡീറ്റെയിൽസും എടുക്കാം. എന്നിട്ട് ആലോചിക്കാം എന്താ ചെയ്യേണ്ടത്. അപ്പോ അറിഞ്ഞിട്ട് ഞാൻ വിളിക്കാം. ശരി സാറേ. എന്നാ ഞാൻ അറിയട്ടെ. ശരി. വല്ലാത്ത സാധനങ്ങൾ തന്നെ അമ്മയും മോളും.
ഈ പിശാചിനെയാണല്ലോ മനസ്സിജമ്പായി ഒരു കാലത്ത് സ്നേഹിച്ചിരുന്നത്. ശീലാവതി, അല്ല ഇതാരും തമ്പി സാറോ? എന്താ ശീലാവതി, സുഖം തന്നെയല്ലേ? ഓ എന്തോന്ന് സുഖം സാറേ. മാഡത്തിന്റെ സ്വഭാവം അറിയാമല്ലോ, ഒരു സ്വസ്ഥതയും തരില്ല. കൊച്ചു മാഡം എന്തു പറയുന്നു? അല്ല, അവളെ ഭരിക്കുന്നുണ്ടല്ലോ ശീലാവതിയെ. നിഷേധി. സ്വന്തം അച്ഛനെ വീട്ടിൽ കയറ്റാത്തവളല്ലേ. എന്നെ വെറുതെ വിടുന്നു തോന്നുന്നുണ്ടോ സാറിന്? ആ പിന്നെ ഒരാശ്വാസമുണ്ട്. കുറേ ദിവസമായി സ്ഥലത്തില്ലായിരുന്നു. ഇന്നലെ വന്നിട്ട് ഉടനെ അങ്ങ് പോയി. പോയെന്നോ? എങ്ങോട്ട്? ആർക്കറിയാം സാറേ. രണ്ടും കൂടെ ഭയങ്കര പ്ലാനിങ് ആയിരുന്നു. പ്ലാനിങ്. സാറിനൊരു രഹസ്യം കേൾക്കണോ? ഞാനാ പറഞ്ഞെന്ന് ആരോടും പറയില്ലെങ്കിൽ പറയാം. ഞാൻ ആരോട് പറയാനാ ശീലാവതി? ധൈര്യമായിട്ട് പറ. വയലോരം വീട്ടിലെ കുട്ടിമണിയില്ലേ, അവളിപ്പോ മാണിക്യമംഗലത്താ. നേരാണോ ശീലാവതി പറയുന്നത്? നേരാ സാറേ. അവളെ തട്ടിക്കൊണ്ടുവന്ന് നമ്മുടെ വീട്ടിൽ താമസിപ്പിച്ചിട്ടാ മതികലാ മാഡം വീട്ടിൽ നിന്ന് പോയത്. പക്ഷേ കുട്ടിമണി അടങ്ങി നിൽക്കുവോ ശീലാവതി? അല്ല, എനിക്കതങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കുട്ടിമണിക്ക് പഴയ കാര്യങ്ങളൊന്നും ഓർമ്മയില്ല സാറേ. എന്തോ മഗ്നീഷ്യം വന്നെന്നാ രാഹുലൻ പറഞ്ഞത്. രാഹുലനോ? അതാരാ? കുട്ടിമണിക്ക് നല്ലത് വരണമെന്ന് ഈ ലോകത്ത് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഞാനും രാഹുലനുമാ സാറേ. വയലോരം വീട്ടുകാർ പോലും മതികലാ മാഡത്തിന്റെ ചാരന്മാരാ. ഏയ്, അതൊക്കെ ശീലാവതിയുടെ തോന്നല. കുട്ടിമണിക്ക് ദോഷം വരുന്ന ഒന്നും അവർ ചെയ്യില്ല. ചെയ്യും സാറേ. ഞാൻ അവിടെ പോയതാ. കുട്ടിമണി ആപത്തിലാണെന്ന് ഞാൻ അവിടുത്തെ സീത കൊച്ചിനോട് പറഞ്ഞതാ. പക്ഷെ അവളത് നേരെ മതികലാ മാഡത്തെ വിളിച്ചു പറഞ്ഞു. സീത കുട്ടിമണി ചതിക്കാൻ കൂട്ടുനിന്നു? കൂട്ടുനിന്നല്ല, ചതിച്ചെന്ന് തന്നെ വേണം പറയാൻ. ഒക്കെ ദുഷ്ടക്കൂട്ടങ്ങളാ സാറേ. സീതയെ നേരിട്ട് കണ്ടോ ശീലാവതി? മുഖം കണ്ടില്ല, എന്നാലും വേഷവും രൂപവും കണ്ടാൽ നമുക്കറിയാമല്ലോ. ആകെപ്പാടെ ഒരു സമാധാനമുള്ളത് കുട്ടിമണിക്ക് ഇത്തിരി ബുദ്ധി കൂടിയെന്നുള്ളതാ. തീറ്റ കണ്ടാൽ പഴയ ആക്രാന്ത തീരെയില്ല. ചിലന്തിയെന്നല്ല, സിംഹത്തെ പോലെ ഇപ്പോ അവർക്ക് പേടിയില്ല. ഇന്നലെ വലിയ പരീക്ഷണങ്ങളൊക്കെ നടത്തിയിട്ടാ മതികലാ മാഡം അവിടെ നിന്ന് പോയത്. ഓ, അത് ശരി. ആരാ ശത്രു ആരാ മിത്രം എന്നൊക്കെ കുട്ടിമണിക്ക് നന്നായി അറിയാം സാറേ. എന്തൊക്കെ പണികളാ അവള് ജലജാമാടത്തിനിട്ട് കൊടുക്കുന്നെന്ന് കേട്ടാ സാറ് ചിരിച്ചിരിച്ച് ചാവും. തിരിച്ചെന്തെങ്കിലും ചെയ്താ അപ്പം മതികലാ മാഡം ഇടപെടും. കുട്ടിമണിയെ പൊന്നുപോലെ നോക്കണമെന്നാ അതിന്റെ കൽപ്പന. ഓ, അപ്പോ ജലജയ്ക്ക് കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മതികലക്ക് മധുരിച്ചിട്ട് തുപ്പാനും വയ്യ അല്ലേ? കറക്റ്റ്, അതാ അവസ്ഥ. പക്ഷേ എത്ര നാൾ ഇങ്ങനെ പോവുമെന്ന് എനിക്കറിയില്ല. ആ വൃത്തികെട്ട സഞ്ജു ഒക്കെ ഉണ്ട് കുട്ടിമണിയെ ദ്രോഹിക്കാൻ. കുട്ടിമണിയെ രക്ഷിക്കാൻ വയലോരം വീട്ടുകാരോട് പറഞ്ഞിട്ടും രക്ഷയില്ലാത്ത സ്ഥിതിക്ക് അപകടമാ സാറേ. സാറിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ? അല്ല, ഞാനെന്ത് ചെയ്യണമെന്ന ശീലാവതിയുടെ അഭിപ്രായം? പോലീസിൽ അറിയിക്കണം സാറേ. തള്ളയും മോളെ കൂടെ തൂക്കിയെടുത്ത് കൊണ്ടുപോട്ടെ. സാറിന് വീട്ടിൽ കയറ്റാത്തവർ അനുഭവിക്കട്ടെ സാറേ. അതിന് നല്ലത് ഞാൻ മനസ്സിജനെ വിവരം അറിയിക്കുന്നല്ലേ. മനസ്സിജൻ വന്നാലും കുട്ടിമണി കൂടെ പോകത്തില്ല സാറേ. മനസ്സിജനെയും വയലോരം വീട്ടുകാരെയും ഒക്കെ ഓർമ്മിപ്പിക്കാൻ ഞാൻ കുറെ ശ്രമിച്ചതാ. അവക്കൊന്നും ഓർമ്മ വരുന്നില്ല സാറേ. പോലീസിനെ വിളിച്ചേ പറ്റൂ സാറേ. കുട്ടിമണിയെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത് ചികിത്സിക്കണം. എന്നാലേ ഈ മഗ്നീഷ്യം മാറും. ഞാൻ പോട്ടെ സാറേ. വിവരങ്ങളൊക്കെ തന്നത് ഞാനാണെന്ന കാര്യം മനസ്സിൽ തന്നെ ഇരിക്കണം. ആരോടും പറയല്ലേ. ശരി, ശീലാവതി പോയിക്കോളൂ. ശരി സാറേ. ഇതൊക്കെ കണ്ടിട്ടേ കുട്ടിമണിക്ക് എന്തെങ്കിലും പരിചയം തോന്നുന്നുണ്ടോ? ഓ ഇല്ല. അല്ല, ഇത് രാഹുലന്റെ വീടാണോ? അല്ല കുട്ടിമണി, ഇതാണ് വയലോരം വീട്. ഇവിടെ ഉള്ളവരൊക്കെ നിന്റെ ബന്ധുക്കളാ. പക്ഷേ ഇപ്പൊ ശത്രുക്കളാണെന്നാ ശീലാവതി ചേച്ചി പറയുന്നത്. അല്ല അങ്ങനെ.
നീ ഈ വീട്ടിലുണ്ടെന്ന് ശീലാവതി ചേച്ചി അവരോട് പോയി പറഞ്ഞത്രേ. പക്ഷേ അവരത് നേരെ നമ്മുടെ രാക്ഷസിമാരോട് പറഞ്ഞു കൊടുത്തു. രാക്ഷസിമാരെ ശീലാവതി ചേച്ചി വഴക്കും പറഞ്ഞു, തല്ലുകയും ചെയ്തു. അപ്പൊ ദുട്ടന്മാരാ. നമുക്കേ ആ വീഴ്ചങ്ങ് പഞ്ചറാക്കിയാലോ രാഹുല? ആലോചിച്ചിട്ട് വേണ്ടത് ചെയ്യാം. ഏതാ ശരി ഏതാ തെറ്റെന്ന് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. എനിക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. ഇനി നീ ഇവിടെ നിന്നാ ശരിയാവില്ലെന്നാ എനിക്ക് തോന്നുന്നത്. എത്രയും വേഗം ഇവിടുന്ന് പോയില്ലെങ്കിൽ ആപത്താണ്. കഴിഞ്ഞ തവണ ഭാഗ്യം കൊണ്ട് മാത്രമാ നിന്നെ എനിക്ക് രക്ഷിക്കാൻ കഴിഞ്ഞത്. നീയും ആ രാക്ഷസി മാത്രമേ ഈ വീട്ടിലുള്ളൂ എന്ന് പറയാൻ വേണ്ടി ശീലാവശി എന്നെ വിളിച്ചെങ്കിലും കിട്ടിയില്ല. അതിരാവിലെ ഞാൻ കാട് കയറിയതാ. അവിടെ തന്നെ നിന്നെ കൊണ്ടുവന്ന് കളയാൻ സഞ്ജുവിന് തോന്നിയതേ ദൈവാനുഗ്രഹമാണ്. അല്ലായിരുന്നെങ്കിലേ എനിക്ക് നിന്നെ കണ്ടെത്താൻ പറ്റുമായിരുന്നോ? വിഷമിക്കാതെ രാഹുല. ഞാനേ രാഹുല രാഹുല എന്ന് വിളിച്ചാ രാഹുല വരത്തില്ലേ? അങ്ങനെ വിളിച്ച വിളിയൊക്കെ ഞാൻ ഡിങ്കനൊന്നും അല്ല കുട്ടിമണി, ഒരു സാധാരണ മനുഷ്യനാ. അപ്പൊ ഈ ഡിങ്കൻ അതാരാ? അങ്ങനെ ഒരു കക്ഷിയുണ്ട്, ഭയങ്കര ശക്തിയുള്ള ഒരു എലിയാ. ശക്തി? അതെ, അതിനെ പറ്റിയൊക്കെ ഞാൻ പിന്നീട് പറഞ്ഞു തരാം. നീ ഒന്നുകൂടെ ഈ വീഡിയോ ഒന്ന് കാണ്, എന്നിട്ട് എന്തെങ്കിലും ഓർമ്മ വരുന്നോണ്ട് നോക്കട്ടെ. ഓ ഇത്രയേറെ കാരണം ഇതെന്നാ സിനിമയോ? രാഹുലിന്റെ വീഡിയോ കാണിച്ച് അല്ലേ? വേണ്ട, നമ്മൾ കാട്ടി ചെന്നെടുത്തില്ലേ അത് കാണിച്ച്. കുട്ടിമണി, നീ ഇപ്പൊ വീഡിയോ കണ്ടി രസിക്കല്ല വേണ്ടത്. എങ്ങനെയെങ്കിലും ഈ നരകത്തിൽ നിന്നൊന്ന് രക്ഷപ്പെടണം. അതിനെ നിനക്ക് നിന്റെ പഴയ ഓർമ്മകളൊക്കെ തിരിച്ചു കിട്ടണം. വേണ്ട, എനിക്ക് രക്ഷപ്പെടണ്ട, എനിക്ക് രാഹുലിന്റെ കൂടെ രക്ഷപ്പെടണം. നിന്നെ കൊണ്ടുപോകണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട് കുട്ടിമണി, പക്ഷേ അതിനുള്ള അർഹത എനിക്കുണ്ടോന്ന് സംശയം. ചുമ്മാ മറ്റു വരാതെ നമ്മുടെ വീഡിയോ ഒന്ന് കാണിച്ചേ ഇന്നാ കാണിച്ചാ കാണിച്ചേ. കുട്ടിമണി ഇവിടെ തന്നെ ഉണ്ടല്ലോ അല്ലേ മാഡം? ആ പിശാച് പിന്നെ എവിടെ പോകാനാ? കൊമ്പേരി മൂർഖനാ അവള്. എന്നെ എന്തായാലും കൊത്തി കഴിഞ്ഞു. ഇപ്പൊ എന്റെ പുക കാണുന്നുണ്ടോന്ന് നോക്കി മരക്കൊമ്പി കയറി ഇരിക്കുക. ഞാൻ ചത്തിട്ടേ അവൾ ഈ വീട് വിട്ടു പോകൂ. ഇങ്ങനെയൊന്നും പറയല്ലേ മാഡം, അവള് കുഞ്ഞല്ലേ. കുഞ്ഞ് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ഇനിയിപ്പോ ഒന്നും പറയാതിരിക്കുന്നതാ നല്ലത്. എന്താടി മുള്ളു വച്ചൊരു വർത്താനം? മുള്ളു വച്ചത് ഞാനല്ല മാഡം, തമ്പിസാറാ, ഇവിടുത്തെ മഹാദേവൻ തമ്പിസാർ. അയാളോ? അയാൾ എന്ത് ചെയ്തു? തമ്പിസാർ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ മുഴുവൻ അറിഞ്ഞിട്ടുണ്ട്. മതികല മാഡം കുട്ടിമണി ഇവിടെ കൊണ്ടുവന്നതും അവളെ ഇവിടെ ഇട്ട് പീഡിപ്പിക്കുന്നതും ഒക്കെ തമ്പിസാറിന് അറിയാം. സാർ ഈ വീട്ടിൽ അവിടെ ഇവിടെ ഒളിക്യാമറ വച്ചിട്ടുണ്ടോന്നാ എന്റെ സംശയം. ഇപ്പൊ ഒളിക്യാമറയുടെ സീസണാണെന്ന് ആരോ പറയുന്ന കേട്ടു. ഒളിക്യാമറ കുന്താണ്. നീ അയാളെ ചെന്ന് കണ്ട് ഒക്കെ കൊളുത്തി കൊടുത്തു കാണും. മുമ്പ് വയലോരം വീട്ടിൽ ചെന്ന് നുണച്ചു കൊടുത്തവളല്ലേ നീ? അയ്യോ മാഡം, സത്യമായിട്ടും തമ്പിസാർ എല്ലാം ഇങ്ങോട്ട് പറയായിരുന്നു. ഞാൻ കമാന്നൊരക്ഷരം തിരിച്ചു മിണ്ടിയില്ല മാഡം. നീ ഒന്നും മിണ്ടിയില്ലെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ മാത്രം മണ്ടിയല്ല ഞാൻ. പറഞ്ഞോടി, നീ അയാളോട് എന്ത് വേണമെങ്കിലും പറഞ്ഞോ. ഈ ജലജകുമാരിക്ക് പുല്ല്. തമ്പിസാറിന് അങ്ങനെ നിസ്സാരമായി കാണണ്ട മാഡം. മാഡത്തിനും മതികല മാഡത്തിനും ഇല്ലാത്ത രണ്ട് കാര്യങ്ങൾ ഇപ്പോൾ അദ്ദേഹത്തിനുണ്ട്. ഒന്ന് പണം. പണ്ട് നമ്മുടെ കയ്യിൽ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു, ഇപ്പൊ ദാരിദ്ര്യമായി പോയില്ലേ. പുല്ല് തിന്നുന്ന കാലം. പക്ഷെ നമുക്ക് പണമില്ലെങ്കിലും തമ്പിസാറിനതുണ്ട്. അതിന്റെ പവർ എന്താണെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. നീ ആ പറഞ്ഞത് ശരിയാ. കയ്യിൽ കാശില്ലെങ്കിൽ ഒരാളും നമ്മളെ വകവയ്ക്കില്ല. വല്ലാത്തൊരു ഗതികേടാ അത്. അതാ ഞാനും പറഞ്ഞത്. നമുക്കില്ലാത്ത രണ്ട് കാര്യങ്ങൾ അയാൾക്കുണ്ടെന്ന് നീ പറഞ്ഞല്ലോ. പണത്തിന്റെ കാര്യം ഞാൻ സമ്മതിച്ചു. എന്താ രണ്ടാമത്തെ കാര്യം? ബുദ്ധി. മാഡത്തിനും മതികല മാഡത്തിനും അതില്ലല്ലോ, പക്ഷെ തമ്പിസാറിനോ. നീ എന്നെ പരിഹസിക്കായിരുന്നു അല്ലേ? കേറിപ്പൊടിയകത്ത്. ഞാൻ പൊയ്ക്കൊള്ളാം, പക്ഷേ തമ്പിസാർ ഇത്രയും അറിഞ്ഞു വെച്ച സ്ഥിതിക്ക് മാഡം ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. സൂക്ഷിക്കാൻ ഒന്നുമില്ലടി. ഈ വീടിന്റെ കോമ്പൗണ്ടിനകത്ത് കേറില്ല അയാള്. കേറിയാലേ കോടതി അലക്ഷ്യം. പിന്നെ അയാള് ജാമ്യം പോലും കിട്ടാതെ അകത്തായിരിക്കും. അല്ല, തമ്പിസാർ കയറിയില്ലെങ്കിൽ എന്താ, വേറെ ആൾക്കാർ പറഞ്ഞു വിടാമല്ലോ. വേറെ ആര് വരാനാ? മനസ്സിജനോ അതോ വയലോരം വീട്ടുകാരോ? എന്റെ ഒരു ഊഹ ശരിയാണെങ്കിൽ ഇനി മിക്കവാറും വരുന്ന പോലീസുകാരായിരിക്കും. സാറിന്റെ വർത്താനം കേട്ടിട്ട് പോലീസിനെ ഇടപെടുത്താനാ ഉദ്ദേശമെന്ന് എനിക്ക് തോന്നുന്നു.
മതികല മാഡത്തെ വിളിക്കായിരിക്കും അല്ലേ മാഡം? ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടാതെ കേറി പോടി. ഇവള് സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കാണല്ലോ. കുട്ടിമണിയുടെ കാര്യത്തില് എന്താ നിങ്ങളുടെ തീരുമാനമെന്ന് ഇന്ന് എനിക്കറിയണം. അതിലിപ്പോ എന്താ എത്ര അറിയാൻ? ഇങ്ങനൊക്കെ തന്നെ അങ്ങ് പോകും. പിന്നെ നിനക്ക് സൗകര്യം ഉണ്ടെങ്കിൽ ഇവിടെ നിൽക്കാം. കാശ് കിട്ടുമ്പോ തരും. കുട്ടിമണി അതൊന്നും പറ്റത്തില്ല. രാഹുലിന്റെ കാശ് ഇന്ന് തന്നെ കൊടുക്കണം. രാഹുല ദാദാ ഇവര് കല്ലിയാ. ആ കുട്ടി രക്ഷിച്ച് പന്നതാ കാശ് കൊടുക്കാൻ. കാശിന്റെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ. കുട്ടിമണിയുടെ സുരക്ഷ എന്റെ പ്രധാന പ്രശ്നം. എത്ര പ്രാവശ്യം അമ്മച്ചി ഇവളെ ഉപേക്ഷിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. നാളെ അമ്മച്ചി ഇവളെ എവിടെയെങ്കിലും കൊണ്ട് വിൽക്കില്ലെന്ന് എന്താണ് ഉറപ്പ്? ദേ എന്നോട് തട്ടിക്കയറി വന്നാലുണ്ടല്ലോ, ഇനി അമ്മച്ചിന്ന് നീ എന്നെ വിളിച്ചാ ഇവളെയല്ല നിന്നെ ഞാൻ എവിടെയെങ്കിലും കൊണ്ടുപോയി വിൽക്കും, ഇറച്ചി വിലക്ക്. നിന്നെ നിന്നെ കൊണ്ടുവയ്ക്കും. വെറ്റി വെറ്റി കഷണ കഷണാക്കി നിന്നെ ഇറച്ചിക്കടയിൽ തൂക്കിയിരും. നീ രാഹുലിനെ വിൽക്കോ? നീ രാഹുലിനോട് ദേഷ്യപ്പെടോ? ഇല്ല. നീ രാഹുലിന്റെ കാശ് കൊടുക്കോ? ഇല്ല. അങ്ങനെ വൈകി വാടി. ഹോസ്പിറ്റലിൽ നിന്ന് നാടകം കളിച്ച കുട്ടിമണിയെ നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അവരിവളെ ഇങ്ങോട്ട് വിട്ടതേ എന്റെ റിസ്കില്. ഇവക്ക് ഇവിടെ കിടന്ന് വല്ല സംഭവിച്ചു പോയാലേ ഞാനാ സമാധാനം പറയേണ്ടത്. അതറിയാമോ അമ്മച്ചിക്ക്? അതിലും വലിയ റിസ്കാ ഇവളെ ഇവിടെ താമസിപ്പിക്കുന്ന ഞാൻ എടുക്കുന്നത്. എനിക്കെന്തെങ്കിലും സംഭവിച്ചാ ആര് സമാധാനം പറയും? അമ്മച്ചിക്ക് റിസ്ക് എടുക്കേണ്ടി വരുന്നതേ അത് അമ്മച്ചിയുടെ കയ്യിലിരിപ്പോണ്ട്. കുട്ടിമണിയോട് ഡീസന്റ് ആയിട്ട് പെരുമാറിയ അവളും തിരിച്ച് ഡീസന്റ് ആയിരിക്കും. അതല്ല നിങ്ങളുടെ പെരുമാറ്റം മോശമാണെങ്കിൽ എന്തൊരു ഇംഗ്ലീഷ്! എനിക്ക് രോമാഞ്ചം വരുന്നു. ഞാൻ ഇവളോട് മോശമായിട്ട് പെരുമാറിയിട്ടേ ഇല്ല. എന്നിട്ട് ഇവളെന്നെ കാണുന്നത് ഒരു ശത്രുവിനെ പോലെയാ. മര്യാദക്ക് ജീവിക്കണമെന്ന എന്റെ ആഗ്രഹം. ഞാനൊരു മൂലയ്ക്ക് ഒഴിഞ്ഞു കൂടിക്കോളാം. നീ ഇവളെ ഒന്ന് അടക്കി നിർത്തിയാ മതി രാഹുല. എത്ര നാളാ നിങ്ങൾ കുട്ടിമണി ഇവിടെ താമസിപ്പിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്? അതിനൊരു ലക്ഷ്യം ഉണ്ടാവണമല്ലോ. എനിക്കെല്ലാം അറിയണം. കുട്ടിമണി എന്ന് അവളുടെ ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുന്നു. ഇതിനൊന്നും ഉത്തരം പറയാൻ എനിക്കറിയില്ല. ഒക്കെ മതിയുടെ ഏർപ്പാടാ. എങ്കിൽ വിളിക്കവളെ. അഹങ്കാരത്തിന് കയ്യും കാലും വെച്ച ആ സാധനം ഉണ്ടല്ലോ, അവളൊന്ന് എന്നോട് സംസാരിക്കട്ടെ. എന്നിട്ട് തീരുമാനിക്കാം കുട്ടിമണിയെ നിയന്ത്രിക്കണോ വേണ്ടോ എന്നൊക്കെ. അവൾക്കങ്ങനെ എളുപ്പം വരാവുന്ന അവസ്ഥയല്ല രാഹുല. നീ ഒന്ന് സഹകരിക്കാൻ. നടക്കില്ല. സ്വന്തം അമ്മച്ചിയാ പറയുന്നെന്ന് വിചാരിച്ച് ഒന്ന് സഹകരിക്ക് രാഹുല. ഇപ്പൊ ഈ ശീലാവതിയെ വീങ്ങാൻ തോന്നല. കണ്ണൂത്ത് പഠിക്കണം. അടാ വേണ്ടേ? വേണ്ട. എന്റെ നോട്ടം ഇങ്ങനായി പോയി. ക്ഷമിക്കു കുട്ടിമണി. അമ്മച്ചിയോട് സഹകരിക്കണോ വേണ്ടെന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ. എങ്കിൽ വാ, നമുക്ക് ചായ കുടിച്ചോണ്ടിരുന്ന് ആലോചിക്കാം. വാ രാഹുല, നമുക്ക് ചായ കുടിച്ചോണ്ട് ആലോചിക്കാം. മാഡം, ഞാൻ ഇവനെ പറഞ്ഞ് സമ്മതിപ്പിക്കാം കേട്ടോ. വാ രാഹുല. വാ രാഹുല. വാങ്ങിച്ചോ കുട്ടിമണി? വയലോരം വീട്ടിലെ ആ കുട്ടിമണി എന്നുള്ള കാര്യത്തില് എനിക്കിപ്പോ സംശയമൊന്നുമില്ല ചേച്ചി. പക്ഷെ അവരെന്തിനാ ഇവളെ മതികലേക്ക് ഒറ്റിക്കൊടുത്തത്? അതാ എനിക്ക് മനസ്സിലാത്തത്. എന്തൊക്കെയോ ദുരൂഹതകളുണ്ട്. കണ്ടുപിടിക്കണം രാഹുല. കണ്ടുവച്ചണം. എവിടാ ഇരിക്കുന്നേന്ന് പറഞ്ഞാ ഞാൻ പോയി കണ്ടുപിടിച്ചാം. കുട്ടിമണിക്ക് പഴയ ഓർമ്മകൾ തിരിച്ചു കിട്ടണമെങ്കിൽ ചികിത്സിക്കണം. നല്ല ഡോക്ടറെ കൊണ്ട്. അത് തന്നെയാ ചേച്ചി എന്റെ ലക്ഷ്യം. അതിനാദ്യം ഇവിടുന്ന് ഇവളെയും കൊണ്ട് ഞാനങ്ങ് പോകണം. ചേച്ചി, കുറച്ച് കഴിഞ്ഞ് ഞാൻ അമ്മച്ചിയുടെ അടുത്ത് പറയും ഇവളെയും കൊണ്ട് ഞാൻ ഇവിടുന്ന് പോവാണ്. ഞാൻ ഒരു ഒത്തുതീർപ്പിന് വഴങ്ങുന്നില്ല എന്ന് ചേച്ചിയും പറയണം. മണ്ടത്തരം പറയാതെ രാഹുല. കുട്ടിമണിയെ ചികിത്സിക്കണമെങ്കിൽ ഇവിടുന്ന് പോയാൽ മാത്രം പോരാ, കൈ കാശും വേണം. കാശ് ഈ മാണിക്യമംഗലത്ത് നിന്ന് തന്നെ ഉണ്ടാക്കണം. അത് ശരിയാ, അത് കറക്റ്റാ. 80,000 രൂപ അമ്മച്ചിയുടെ അക്കൗണ്ടിലുണ്ട്. അതിൽ നിന്ന് 50,000 രൂപ രാഹുലിന് കൊടുക്കാൻ പറഞ്ഞിട്ടാ മതികല പോയത്. എന്നിട്ടാ അവര് കാശ് പിടിച്ചു വെച്ചിരിക്കുന്നത്. അത് നമുക്ക് പിടുങ്ങിയെടുക്കണം. വേണ്ട, അതൊന്നും വേണ്ട. കുട്ടിമണിയെ നോക്കാൻ കാശ് വേണമെന്നൊക്കെ
ഞാൻ പറഞ്ഞു എന്നുള്ളത് നേരം. പക്ഷേ വാങ്ങാൻ എൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല. പിന്നെ നീ എങ്ങനെ ഇവളെ ചികിത്സിക്കും? നിന്റെ കൈ വേറെ പണം ഇരിപ്പുണ്ടോ? ഇല്ല. അതാ ഞാൻ പറഞ്ഞത്, കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷമിറക്കാമെന്ന്. ഈ ദുഷ്ടക്കൂട്ടത്തിന്റെ കാശുകൊണ്ട് തന്നെ നമുക്കിവളെ ചികിത്സിക്കാം. അതല്ലേ അതിന്റെ ശരി? വേണ്ട മോനെ, കൂടുതലൊന്നും ആലോചിക്കണ്ട. മതികര പറഞ്ഞ പോലെ തൽക്കാലം 50,000 രൂപ കൊടുത്താ നീ ഇവിടെ നിൽക്കാമെന്ന് സമ്മതിച്ചതായി ഞാൻ ചെന്ന് പറയും. ഞങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുമ്പോ നീ വന്നു നല്ലൊരു പഞ്ച് ഡയലോഗ് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോണം. അയ്യോ, രാഹുലൻ പോയാ പിന്നെ എങ്ങനെ കാശ് വരുന്നേ? മോളെ, ഇപ്പൊ അവരുടെ കൈ കാശൊന്നും ഇരിപ്പില്ല മോളെ. ബാങ്കിൽ നിന്ന് എടുക്കണം. അത് കയ്യിൽ വന്നിട്ടേ രാഹുലിന് ഇവിടെ നിൽക്കാവൂ. അല്ലെങ്കിലേ അവര് പിന്നെയും കളിപ്പിക്കും. വലിയ പുള്ളിയാ അമ്മച്ചി. അപ്പൊ പുറകെ വന്നേക്കും. പിന്നെ മോനെ, പഞ്ച് ഡയലോഗിന്റെ കാര്യം മറക്കണ്ട. ശരി മോനെ. പഞ്ച് ഡയലോഗ് കപാലിടാ പോലെ രാഹുലൻ ഡി എന്നടിച്ചാലോ? അതുമല്ല രാഹുലൻ ഡി രാക്ഷസീനായ കൊറേ കൂടി കൊള്ളാം. അവൻ അങ്ങോട്ട് സഹകരിക്കുന്നില്ല മാഡം. സോറി, ടെൻഷൻ കാരണം ഇരുന്നു പോയതാ. കാശ് കിട്ടാതെ അവൻ ഇവിടെ നിക്കത്തില്ല മാഡം. ഇത് പറയാനാണോടി ഇത്ര നേരം പിറുപിറുത്തത്? എന്റെ മാഡം, ഞാൻ സംസാരിച്ച് മതികരാ മാഡം പറഞ്ഞ തരത്തിലുള്ള ഒത്തുതീർപ്പിലെത്തിയിട്ടുണ്ട്. എങ്ങനെ? തൽക്കാലം 50,000 രൂപ കൊടുക്കാം. ബാക്കി പിന്നെ. ഒരു നയ പൈസ ഞാൻ അവന് കൊടുക്കില്ല. എങ്കിൽ അവർ അവന്റെ പാട്ടിന് പോകും. അതോടെ കുട്ടിമണി പിന്നെയും വയലന്റ് ആവും. പിന്നെ മാഡത്തിനാ പാട്. മാഡത്തെ ഷോക്കടിപ്പിക്കാൻ എന്താ വഴിയെന്ന് അവള് രാഹുലിനോട് ചോദിക്കുന്നത് ഞാൻ കേട്ടു മാഡം. പണ്ടാരം, അവൾ എന്നെ കൊന്നേ അടങ്ങൂ. എന്നാലും എങ്ങനെയാ ശീലാവതി 50,000 രൂപ എടുത്ത് അവന് കൊടുക്കുന്നത്? കൊടുത്തല്ലേ പറ്റൂ. ഷോക്കടിച്ച് ചാവുന്നതിനേക്കാൾ നല്ലതല്ലേ ഇത്തിരി കാശിന്റെ നഷ്ടം സഹിക്കുന്നത്? നീ അവനോട് ചോദിക്ക്, ചെക്ക് തന്നാ മതിയോന്ന്. മതി. പക്ഷേ ചെക്ക് മാറിയിട്ട് ഞാൻ ഇങ്ങോട്ട് വരും. കേട്ടല്ലോ, ഇനി നിങ്ങൾ തമ്മിൽ സംസാരിക്കും. എനിക്കിനി നിങ്ങളോട് സംസാരിക്കാൻ ഒന്നുമില്ല. 50,000 രൂപ ആദ്യത്തെ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് എനിക്ക് തന്നാൽ ഞാൻ നിങ്ങളോട് സഹകരിക്കാം. കുട്ടിമണിയിലൂടെ നിങ്ങൾ എന്ത് നേടാനാണോ ആഗ്രഹിക്കുന്നത് അത് ഞാൻ നടത്തി തരാം. അതല്ല മറിച്ചാണെങ്കിൽ കുട്ടിമണി ഞാൻ ഇവിടുന്ന് കൊണ്ടുപോകും. അങ്ങനെ നിന്റെ കൂടെ ഇവിടെ അയക്കാൻ ഞാൻ സമ്മതിക്കണ്ടേ? നിങ്ങൾ എതിർത്താലേ ആ നിമിഷം പോലീസ് വരും. അവരോട് പറഞ്ഞാൽ മതി കുട്ടിമണി നിങ്ങൾ ആരാണെന്നും ഇവിടെ എങ്ങനെ ഇവിടെ വന്നതെന്നും. എന്നെ ഉപദ്രവിച്ചതും കൊണ്ടേ കളയാൻ നോക്കിയതും ഒക്കെ ഞാൻ പോലീസിനോട് പറഞ്ഞു. ഞാൻ ഒന്നുകൂടെ ആലോചിക്കട്ടെ രാഹുല, കാശിന് വല്ല വഴിയുണ്ടോന്ന്. ചെക്കെഴുതി തന്നാ മതി മാഡം, ഞാൻ പോയി മാറിക്കൊണ്ടുപോയി. ആലോചനയൊക്കെ കഴിഞ്ഞിട്ട് എന്നെ അറിയിച്ചാൽ മതി. കാശ് റെഡിയാകുമ്പോ ഞാൻ വന്നോളാം. ഓക്കെ? അതെ, കാശ് റെഡിയാകുമ്പോ വിളിച്ചാ മതി, ഞാനും വരാം കേട്ടാ. മാഡം, രണ്ടും കൽപ്പിച്ച അവരുടെ പോക്ക്. മിക്കവാറും ഷോക്കടിപ്പിക്കാനുള്ള വഴി അവൻ പഠിപ്പിച്ചു കൊടുത്തു കാണും. ബാലേട്ടാ, ചായ. നിന്നോട് ആര് പറഞ്ഞു മുറി കയറാൻ? ആരും പറഞ്ഞതൊന്നുമല്ല. എല്ലാവർക്കും ചായ കൊടുത്തു. ബാലേട്ടന് വേണ്ടേ? ഇറങ്ങടി വെളിയില്. ബാലേട്ട, ഇറങ്ങാൻ. നീയാണോ ഇവിടെയുള്ളവർക്ക് ചായ ഇടുന്നത്? അയ്യോ അല്ല, അപ്പച്ചിയമ്മ എന്നെ അടുക്കളയിൽ മാത്രം കേട്ടത്തില്ല. ഞാൻ വല്ല വിഷവും ഭക്ഷണത്തിൽ ചേർക്കുന്നുള്ള പേടിയാ. എന്റെ ഭൂതകാലവും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നല്ലോ. ഈ ചായ ആരാ ഇട്ടത്? സീതയെടുത്തിയാ ബാലേട്ട. ചായ ഇട്ടവർക്ക് അതിവിടെ കൊണ്ടും തരാമയ്യേ. കുഞ്ഞില്ലേ ബാലേട്ട, അവളുടെ കാര്യം നോക്കണ്ടേ സീതയെടുത്തിക്ക്. ചായ ഇട്ട് കഴിഞ്ഞപ്പോഴാ കുഞ്ഞ് ഞെട്ടി ഉണർന്ന് കരഞ്ഞത്. ഒരു സഹായം ആവട്ടെ എന്ന് കരുതിയാ ഞാൻ ഇതെടുത്തോണ്ട് വന്നത്. നിന്നെ വിശ്വസിക്കാൻ പറ്റത്തില്ല. ഈ ചായ ഇട്ടത് സീതയാണെന്ന് ഇവിടെ എല്ലാരും ബോധ്യപ്പെടുത്തി അതിങ്ങോട്ട് കൊണ്ടുവരുന്ന വഴിക്ക് അതിൽ വിഷം ചേർക്കാൻ മടിക്കാത്തോളാ നീ. ചായ കുടിച്ച് ഞാൻ ചാവുകയും ചെയ്യും, അതിൽ വിഷം ചേർത്ത് സീതയാണെന്ന് എല്ലാരും വിശ്വസിക്കുകയും ചെയ്യും. അതാ നിന്റെ കയ്യിലിരിപ്പ്. അയ്യോ, ഇങ്ങനൊന്നും പറയില്ലേ ബാലേട്ട. ആ പഴയ മതികല മരിച്ചു. ഇത് ഒരു പുതിയ ജന്മോ. നീ ആദ്യം ഈ മുറിയിൽ നിന്ന് പുറത്തിറങ്ങ്. ഇറങ്ങാൻ. എത്ര ജന്മം ജീവിച്ചു ചത്താലും നിന്റെ മനസ്സിലെ കുടിലത് ഇല്ലാതാവില്ലടി. ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിക്കൊള്ളാന്ന് പറഞ്ഞിട്ട് എന്തിനാ നീ പോവാത്തത്? പോകാനൊരിടം അന്വേഷിക്കുന്നുണ്ട് ബാലേട്ട.
കിട്ടാഞ്ഞിട്ടാ. മിക്കവാറും ഉടനെ ശരിയാവുമായിരിക്കും. ആ നീ പോയി രവിയോടും കൂടെ വരാൻ പറ. ശരി. അല്ല, ചായ കൊണ്ടുപോ നീ ഇവിടുന്ന്. നിന്റെ കയ്യിൽ നിന്ന് പച്ച വെള്ളം പോലും ഞാൻ കുടിക്കില്ല. രവേട്ടനെ ബാലേട്ടൻ വിളിക്കുന്നു. മിക്കവാറും എന്നെ ഉപേക്ഷിക്കുന്ന കാര്യം സംസാരിക്കാനായിരിക്കും. ഉപേക്ഷിക്കുന്ന കാര്യമോ? അതിന് നിന്നെ ഇവിടെ ആരും സ്വീകരിച്ചിട്ടില്ലല്ലോടി. ഓ ശരി. അതൊക്കെ നമുക്ക് രണ്ടുപേർക്കും മാത്രമല്ലേ അറിയൂ. എല്ലാവരുടെയും വിചാരം നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കുന്നു എന്നാ. അങ്ങോട്ട് ചെല്ല്, ഇല്ലെങ്കിൽ ബാലേട്ടന് ദേഷ്യം വരും. മാറി നിൽക്കടി. ഒരു ദിവസം ഞാൻ ഇതില് വിഷം ചേർക്കും. നോക്കിക്കും. സീതയുടെ അല്ല, ആ അപ്പച്ചിത്തള്ളയുടെ പേരിൽ കുറ്റം ചുമത്തും. പക്ഷെ നിനക്ക് സമയമായിട്ടില്ല ബാല. നല്ല ഒന്നാം തരം ചായ. ശ്രീരാമന്റെ ആരോഗ്യത്തിന് വേണ്ടി സീത കൂടുതൽ പാലൊഴിച്ച് തയ്യാറാക്കിയതാ. നിനക്ക് യോഗം ഇല്ല ആര്യപുത്ര. ബാലേട്ടൻ എന്നെ വിളിച്ചായിരുന്നോ? ആ വിളിച്ചു. ചില കാര്യങ്ങളിൽ എനിക്ക് ഇന്ന് തന്നെ ഒരു തീരുമാനം എടുക്കണം. അതെടുത്തേ പറ്റൂ. എന്താ ബാലേട്ട? ആശുപത്രിയിൽ നിന്ന് തിരിച്ചെത്തി ഞാൻ വാശി പിടിച്ചതാ. മതികൾ ഇവിടെ ഇറങ്ങിയിട്ട് ഞാൻ അകത്ത് കയറുമെന്ന്. എന്റെ വാശിയെ നിങ്ങൾ സ്നേഹം കൊണ്ട് തോന്നിച്ചു. അപ്പൊ അവള് പറഞ്ഞു 2-3 ദിവസം കൂടി സാവകാശം വേണം. ഞാൻ അതും അംഗീകരിച്ചു. ഇതൊക്കെ എനിക്കും അറിയാവുന്ന കാര്യങ്ങളല്ലേ ബാലേട്ട? അറിഞ്ഞിട്ടെന്താ കാര്യം? അവൾ ഇവിടുന്ന് പോകുന്നില്ലല്ലോ. ഇന്ന് വന്നിരിക്കുന്നു എനിക്കൊരു ഗ്ലാസ് ചായയായിട്ട്. അവളുടെ കയ്യിലിരിക്കുന്ന ഗ്ലാസ്സിൽ ഞാൻ കണ്ടതേ എന്റെ പെറ്റമ്മയുടെ ചോരയാ. അവള് പൊയ്ക്കോളും ബാലേട്ട. നിനക്ക് അവളോട് സിമ്പതി ഉണ്ട് രവി? ഇല്ല ബാലേട്ട. ബാലേട്ടന് അവളോട് ഉള്ളതിനേക്കാൾ ഇരട്ടി വെറുപ്പ് എനിക്ക് അവളോടുണ്ട്. ഒരുപാട് കള്ളത്തരങ്ങൾ കൊണ്ടാ അവളുടെ ഈ വരവെന്ന് മറ്റാരേക്കാളും നന്നായിട്ട് അറിയാവുന്നത് എനിക്കാ. എന്നിട്ടും എന്തിനാ പിന്നെ അവളിവിടെ നിർത്തുന്നത്? ഒരു കരുണയും വിചാരിക്കണ്ട, ഇറക്കി വിട്. എവിടെയെങ്കിലും പോയി തൊലയട്ടെ. അത് പിന്നെ വേറെ ചില കാര്യങ്ങൾ ഓർക്കുമ്പോൾ ഇറക്കി വിടാൻ പാടില്ലെന്ന് തോന്നും ബാലേട്ട. ശരി, അങ്ങനെയാണെങ്കിൽ അവളിവിടെ കഴിയട്ടെ. ഞാൻ ഇറങ്ങി തരാം. ബാലേട്ട, എന്തായാലും എന്റെ അമ്മയെ കൊന്നവളുടെ മുമ്പിലേ എനിക്കങ്ങനെ സഹിച്ചു നിൽക്കാനാവില്ല. ഒരു പരാതിയും പരിഭവവും ഇല്ലാതെ ഞാൻ ഇവിടുന്ന് ഇറങ്ങി പോയിക്കോളാം രവി. അതൊന്നും വേണ്ട. ബാലേട്ടൻ എങ്ങോട്ട് പോകണ്ട. എന്തുകൊണ്ടാ ഞാനൊരു ബോൾഡായ ഡിസിഷൻ എടുത്ത് അവളെ പുറത്താക്കാത്തതെന്ന സംശയം എല്ലാവർക്കും ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. ബാലേട്ടൻ അത് തുറന്നു ചോദിച്ചു. മറ്റുള്ളവർ അത് മനസ്സിലടക്കുന്നു. അതേ ഉള്ളൂ വ്യത്യാസം. പുറത്തീ നാടകങ്ങളെക്കുറിച്ച് കേൾക്കുന്നവര് വെറും ഒരു പെൺകൂന്തനായിട്ട് മാത്രമേ എന്നെ കാണത്തുള്ളൂ. ധർമാധർമ്മങ്ങളെക്കുറിച്ചും നീതിന്യായങ്ങളെക്കുറിച്ചുള്ള കഥകൾ കേട്ടാ നമ്മളൊക്കെ വളർന്നു വന്നത്. ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അതിൽ അല്പമെങ്കിലും അധർമ്മമുണ്ടെന്ന് തോന്നിയാൽ നമ്മളത് ചെയ്യാറില്ലായിരുന്നു ബാലേട്ട. മതികലയുടെ കാര്യത്തിലും എന്റെ സ്റ്റാൻഡ് അത് തന്നെയാണ്. അവളുടെ കാര്യത്തിൽ എന്ത് അധർമ്മമുണ്ടെന്ന് നീ പറയുന്നത്? അവള് പെണ്ണാണെന്നുള്ള പരിഗണനയാണ്. എടാ, കൊള്ളക്കാരൻ തീവ്രവാദികളെയൊന്നും അങ്ങനെ ആരും പരിഗണിക്കാറില്ല. നമ്മൾ കേട്ടു വളർന്ന കഥകളിൽ തന്നെയില്ലേ അധർമ്മികളായ സ്ത്രീകളുടെ കഴുത്തും മൂക്കും മാറും ഛേദിച്ചു കളഞ്ഞ അവതാര പുരുഷന്മാർ. പെണ്ണാണെന്ന പരിഗണനയൊന്നും അല്ല ബാലേട്ട. പിന്നെ അവൾക്ക് അർഹതപ്പെട്ട സ്വത്തുക്കളെല്ലാമാണ് അവളുടെ അച്ഛൻ നമ്മുടെ കുഞ്ഞിന്റെ പേരിൽ എഴുതി വച്ചിരിക്കുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ അതെല്ലാം വയലൂർ വീട്ടിലേക്ക് വന്ന് എത്തുന്നതുവാ. ഇന്നവളെ തെരുവിലേക്ക് ഇറക്കി വിട്ട മനസാക്ഷി കുത്തില്ലാതെ നമ്മുടെ കുഞ്ഞിനത് അനുഭവിക്കാനാവൂ? ഓ, അതാണോ നിന്റെ പ്രശ്നം? എങ്കിൽ നീ തമ്പിസാറിനെ വിളിക്കുക. തന്ന ദാനം എത്രയും പെട്ടെന്ന് തിരിച്ചെടുത്തോളാൻ പറ. കുഞ്ഞുമണിക്ക് നാളെ കിട്ടാൻ പോകുന്ന സ്വത്തുക്കളല്ല വയലോര വീടിന് വലുത്. ഇന്നത്തെ മനസമാധാനമാണ്. മതികൾ എവിടെ ഉള്ളിടത്തോളം കാലം ഇല്ലാതാവുന്നത് ഈ വീട്ടിന്റെ ശാന്തി ഐശ്വര്യ. ആ നഷ്ടത്തിന് പകരം ആവില്ല ഒന്നും. അതൊക്കെ നമുക്ക് ഒന്നുകൂടി ആലോചിക്കണം ബാലേട്ട. നാളെ തിരിച്ചറിവാകുമ്പോൾ
എനിക്ക് കിട്ടിയ സൗഭാഗ്യം എന്തിനാ തട്ടിത്തെറിപ്പിച്ചെന്ന് കുഞ്ഞുമണി ചോദിച്ചാ എന്ത് സമാധാനം പറയും ബാലേട്ടൻ? തൽക്കാലമേ എനിക്ക് കുറച്ചുകൂടി സാവകാശം താ ബാലേട്ട. ഒക്കെ ശരിയാവും. ഞാനല്ലേ പറയുന്നത് ബാലേട്ട. വാ. ആ ഇനി അവൾ ഈ മുറിയിലേക്ക് വരാതിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം. ബാലേട്ടനൊന്ന് സമാധാനമായിട്ടിരിക്കേ. വാ ബാലേട്ടൻ വന്നേ. വേണ്ട, നീ പോയിക്കോ. ബാലേട്ടൻ പോയിക്കോളാം. സാത്താന്റെ സന്തതികൾ, മൊട്ടേന്ന് വിരിയാത്ത പിള്ളേരാ, ഒളിച്ചിരുന്ന് സിഗരറ്റ് വലിക്കുന്നു. ചോദിച്ചപ്പോ പറയുക അവര് വേറെ ജാതിക്കാരാണെന്ന്. ആത്മരോഷം കൊള്ളാതിരിക്കച്ചോ. എന്നിട്ട് ഇടവകയിലെ പുതിയ വിശേഷങ്ങൾ പറ. എന്റെ പൊന്നച്ചോ, കുറെ ദിവസമായിട്ട് ഞാൻ അഡോപ്റ്റ് ചെയ്ത കുട്ടി അന്വേഷിച്ച് നടക്കുക. പോളച്ചനെ കണ്ടുകിട്ടുന്നില്ലാന്ന് ഇടവകക്കാർ പറഞ്ഞു തുടങ്ങി. അതും ഇടവകക്കാരും തന്നെയാണല്ലോ. അല്ല, ഈ സിഗരറ്റ് വലിച്ച പിള്ളേര് പറഞ്ഞ ജാതിയും നമ്മൾ പറഞ്ഞ ഇടവകയൊക്കെ ഉണ്ടാക്കി വെച്ചത് മനുഷ്യർ തന്നെയല്ലേ? സർവശക്തനായ ദൈവത്തിന് ഒറ്റ ജാതിയേ ഉള്ളൂ, മനുഷ്യൻ. അവൻ ഒറ്റ ഇടവകയേ ഉള്ളൂ, ഈ ലോകം. ഇതൊക്കെ നമ്മുടെ മനസ്സിൽ വെക്കാനേ പാടുള്ളൂ. പുറത്തിറങ്ങി പറഞ്ഞാൽ എന്താ സംഭവിക്കുകയെന്ന് അറിയാലോ. നമ്മളെയും പിടിച്ച് കുരിശി തറഞ്ഞു. ലോകം നന്നാക്കുന്നതിനെ കുറിച്ച് നമ്മൾ കൂടുതൽ ആലോചിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല. കർത്താവ് തമ്പുരാൻ വിചാരിച്ചിട്ട് നടക്കാത്ത കാര്യങ്ങളാ. നമ്മുടെ മുമ്പിൽ വരുന്ന പ്രശ്നങ്ങളൊക്കെ നമ്മളെ കൊണ്ടാവുന്ന പോലെ അങ്ങ് പരിഹരിക്കണം. അതാണ് ഏറ്റവും നല്ല ദൈവ ശുശ്രൂഷ. ശരിയാ അച്ചോ. അതുകൊണ്ടല്ലേ രാവും പകലും നോക്കാതെ ഞാൻ ഇതിനു വേണ്ടി ഇറങ്ങി നടക്കുന്നത്. ആ, അന്വേഷണം എവിടെ വരായി അത് പറ. പരിസര പ്രദേശത്തുള്ള സകല സഭകളിലും ഇടവകളിലും ഞാൻ കയറിയിറങ്ങി. ആൺകുട്ടി അഡോപ്റ്റ് ചെയ്ത ഒരേ ഒരു ഫാമിലി മാത്രമേ ഇവിടെ ഉള്ളൂ, മാമോദിസ നടത്തിയതായിട്ട്. ആരാ അത്? വാരിക്കുന്നിലെ അവറാച്ചൻ അച്ഛൻ അറിയത്തില്ലയോ? ആ, അവറാച്ചന്റെ ഒരേ ഒരു പെങ്ങടെ മോൻ ഇരിങ്ങാലക്കുടയെന്ന് ഇവിടെ വന്ന് താമസിക്കുന്നുണ്ട്. അവര് വന്നത് ഒരു കുഞ്ഞിനെയും കൊണ്ടാ, ആൻ അഡോപ്റ്റഡ് ചൈൽഡ്. വാരിക്കുന്നിലെ അവറാച്ചന്റെ ബന്ധു ഇങ്ങനെയൊക്കെ ചെയ്യൂ? ഇല്ല, അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അഡോപ്ഷൻ ഡോക്യുമെന്റ്സ് ഒക്കെ കൃത്യ. കോട്ടയത്ത് ഒരു ഓർഫനേജ് ചെയ്യുന്ന കുട്ടിയെ ദത്തെടുത്തിരിക്കുന്നത്. ഞാൻ വിളിച്ച് കൺഫേം ചെയ്തതാ. ഇത് പറയാനാണോ അച്ഛൻ നടന്നലഞ്ഞ് ഇതുവരെ വന്നത്? ഫോണെ വിളിച്ചാ പോരായിരുന്നോ? അച്ചോ, വേറൊരു ഫാമിലി എനിക്ക് സംശയമുണ്ടച്ചോ. അവരും വരുത്തരാ. തെക്കും ഭാഗം ഇടവകയില് കഴിഞ്ഞ മെയ് മാസത്തിൽ അവര് വന്നിരുന്നു, ദത്തെടുത്ത കുഞ്ഞിനെ മാമോദീസ മുക്കാനായിട്ട്. ഡോക്യുമെന്റ്സ് ഒന്നും ശരിയല്ലാത്തതുകൊണ്ട് മുക്കിയില്ല. അത് സംശയിക്കേണ്ട കേസാണല്ലോ. ഈ പറഞ്ഞ ആൾക്കാര് പേപ്പർ ശരിയാക്കി കൊണ്ടുവരാമെന്നും പറഞ്ഞു പോയി. പക്ഷേ ഇതുവരെ പേപ്പർ ശരിയാക്കിയിട്ടില്ല. പകരം സഭയെ സ്വാധീനിച്ച് കുഞ്ഞിനെ മാമോദീസ മുക്കാനായിരുന്നു അവരുടെ ശ്രമം. മുൻ കേന്ദ്രമന്ത്രിമാര് വരെ വിളിച്ചു എന്നാ കേട്ടത്. ഓ, തെക്കും ഭാഗത്ത് പുഞ്ചക്കടനച്ഛനല്ലേ? മാർപ്പാപ്പ നേരിട്ട് വിളിച്ചു പറഞ്ഞാൽ പോലും അങ്ങേര് കേൾക്കില്ല. പിന്നെ മുൻ കേന്ദ്രമന്ത്രി. അവരന്വേഷിക്കുന്ന കുട്ടി ഇത് തന്നെയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. നകുലിനെ വിളിച്ച് വിവരം പറഞ്ഞാലോ? വരട്ടെ, ചുറ്റുപാടൊക്കെ ഞാൻ ഒന്നുകൂടെ അന്വേഷിക്കാം. എന്നിട്ട് അവരെ വിളിച്ചു വരുത്തിയാൽ മതി. വലിയ പ്രതീക്ഷയോടെ വന്നിട്ട് നിരാശരാകണ്ടല്ലോ. ശരിയാ, ഒരുപാട് അന്വേഷിച്ചിട്ട് ആ ചെറുപ്പക്കാരൻ ഇവിടെ എത്തിയത്. വെറുതെ ആശ കൊടുക്കണ്ട. വിശദമായി അന്വേഷിച്ചിട്ട് വിളിക്കണോ വേണ്ടയോ തീരുമാനിക്കാം. ചിലപ്പോൾ അവർ തെറ്റുകാരല്ലെങ്കിലോ. എന്നാ ഞാൻ ഇറങ്ങട്ടെ അച്ചോ. എന്നാ ശരി, അന്വേഷിച്ചിട്ട് വിളിക്കാം. ശരി. കാര്യങ്ങളൊക്കെ ഞാൻ വിചാരിച്ച പോലെ തന്നെ സിജ നടക്കുന്നത്. സ്വത്ത് കുഞ്ഞുമണിയുടെ പേരിൽ എഴുതി വെച്ച ബുദ്ധി ബലിച്ചു. കൊല്ലാൻ വന്നവൾ ഇപ്പൊ ശ്രമിക്കുന്നത് സംരക്ഷിക്കാനാ. സാറേ, ഒന്ന് തെളിച്ചു പറ. കുട്ടിമണി മാണിക്കുമെങ്കിൽ തൊണ്ടോ? ഉണ്ട് സിജ, അവളിപ്പം മിടുമിടുക്കിയ. എന്റെ ഭാര്യയായിട്ട് വെള്ളം കുടിപ്പിക്കാവൂ. നിനക്കറിയാലോ, ഇത്രയും നാൾ നമ്മളൊക്കെ പഠിച്ച പണി 18 നോക്കിയിട്ടും നടക്കാത്ത കാര്യമാണ് കുട്ടിമണി നിസ്സാരമായി സാധിച്ചെടുത്തത്.
ജലജ അവളിപ്പോ മൂക്കുകൊണ്ട് എണ്ണ വരപ്പിക്കുക. തിരിച്ചൊന്നും ചെയ്യാൻ മതികല സമ്മതിക്കില്ല. കോടീശ്വരുടെ അമ്മയല്ലേ. പക്ഷേ മതികല അവളെ അല്ലാതെ മറ്റാരെങ്കിലും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് അവളുടെ അമ്മയാ. അമ്മയെ കുട്ടിമണി ഉപദ്രവിക്കുന്ന കണ്ട അവൾ അടങ്ങിയിരിക്കോ സാറേ? അതിന് മതികല ഇപ്പൊ മാണിക്യമംഗലത്തില്ലല്ലോ. പിന്നെ അവളോട് പോയി. അതൊരു വലിയ തമാശയാ. ശീലാവതിയുടെ വായിന്ന് വീണ ഒരു ചെറിയൊരു തുമ്പ് പിടിച്ച് ഞാൻ വയലോരം വീട്ടിന്റെ പരിസരത്തൊക്കെ അന്വേഷിച്ചു. മതികല വയലോരം വീട്ടിലുണ്ട്. സാർ എന്തായി പറയുന്നത്? സ്വന്തം അമ്മയെ കൊന്നവളെ രവി പിന്നെയും സ്വീകരിച്ചു. അവിടെ ആരും അവളെ സ്വീകരിച്ചിട്ടൊന്നുമില്ല. ഒരു ഡ്രാമാസ്കോപ്പ് നാടകം കളിച്ച അവൾ അവിടെ കയറി പറ്റിയത്. കുറെ സെന്റിമെന്റ്സും മെലോ ഡ്രാമയും കളിച്ച് വയലോരം വീട്ടിലെ വേലക്കാരെയും നിന്നോളാന്ന് പറഞ്ഞു. കളി കാര്യമായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. എന്റെ ദൂർത്ത് പുത്രിയെ അപ്പച്ചമ്മയെ രവിയും ചേർന്ന് ശരിക്കും വേലക്കാരിയാക്കി. പക്ഷേ അവൾ അവിടെ നിൽക്കുന്നത് എന്റെ കുഞ്ഞുമണിക്കാവത്താ സാറേ. എന്റെ കുഞ്ഞിനെ അവള് ഒന്നും ചെയ്യില്ല. അവളുടെ ലക്ഷ്യം പകൽ പോലെ വ്യക്തമാ. വയലോരം വീട്ടിലെ കഷ്ടതകൾ സഹിച്ച് അവൾ പിടിച്ചു നിൽക്കുന്നത് കുഞ്ഞിനെ പാട്ടിലാക്കാനാണ്. മാണിക്യമംഗലത്തോട് കുട്ടിമണിയും മതികലയോട് കുഞ്ഞുമണിയും മണങ്ങിക്കഴിഞ്ഞാലേ ഇനി അവൾക്ക് എന്റെ സ്വത്ത് നേടിയെടുക്കാനാവും. പിന്നെ ഒന്നുകൂടിയുണ്ട്, ഞാൻ എഴുതി വെച്ച പ്രമാണം. അതിലെന്താണുള്ളതെന്ന് അവൾക്കറിയാം. എനിക്കും രവിക്കും മാത്രമേ തൽക്കാലം അതേക്കുറിച്ച് അറിയൂ. ഇത്തരം ചില കുരുക്കുകൾ പെട്ടിരിക്കുകയാവും. കുരുക്കുകളിൽ നിന്ന് ഊരാൻ ശ്രമിക്കും തോറും ഊരാ കുടുക്കുകളിലേക്ക്. അമ്മ കുട്ടുമണി പെങ്ങളെ കൊണ്ട് പൊറുതിമുട്ടി, മകള് വീട്ടുജോലിക്കാരി. അതെനിക്ക് ശരിക്കും ഇഷ്ടായി തമ്പി സാറേ. ഇതിനിടയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം കൂടിയുണ്ട്. എന്താ? കുട്ടിമണിയുടെ ബുദ്ധി അല്പം കൂടെ വികസിച്ചിട്ടുണ്ടെന്ന ശീലാവതിയുടെ അഭിപ്രായം. നേരാവും. ഞാൻ പറഞ്ഞില്ലേ സാറേ, ചികിത്സയുടെ അവസാന ദിവസമാണ് അനർത്ഥങ്ങളൊക്കെ സംഭവിച്ചത്. ചികിത്സ മുഴുവനായില്ലെങ്കിലും കുറെയൊക്കെ ഫലിക്കുന്നു ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബ്രെയിനിലെ പുതിയ സെല്ലുകൾ വളർച്ചയെത്തുന്നതോടെ കുട്ടി നോർമലാവും സാറേ. നോർമലാവുന്ന കുട്ടിമണിക്ക് വയലോരം വീട്ടുകാരെ നിന്നെയും ഓർമ്മിക്കാനായില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. അവള് മതികളുടെ അടിമയാവും സാറേ. അതുണ്ടാവാൻ പാടില്ല. അങ്ങനെ സംഭവിക്കാൻ പാടില്ലെങ്കിൽ അധികം വൈകാതെ കുട്ടിമണിക്ക് ഓർമ്മ തിരിച്ചു കിട്ടണം. തിരിച്ചറിവുണ്ടാവുന്ന കുട്ടിമണിയെ വേണമെങ്കിൽ വിദഗ്ധമായ ട്രീറ്റ്മെന്റ് അവൾക്ക് ലഭിക്കണം. എത്രയും പെട്ടെന്ന് തന്നെ അത് നൽകാൻ മനസ്സുള്ളവരുടെ അടുത്തെത്തണം. മനസ്സിലായി സാറേ. ഇന്ന് തന്നെ ഞാൻ അവളെ കൂട്ടിക്കൊണ്ടുപോവാം. മണ്ടത്തരം പറയാതെ സിജ, ഇപ്പോഴത്തെ കണ്ടീഷനിൽ നീ ചെന്ന് വിളിച്ചാൽ അപരിചിതനായ നിന്റെ കൂടെ അവൾ ഇറങ്ങി വരും തോന്നുന്നുണ്ടോ? ആ, ഞാൻ എന്റെ കുട്ടുവിന് അപരിചിതൻ. അതെ, അതാണ് സത്യം. പിന്നെ നമ്മളെ എന്ത് ചെയ്യും സാറേ? ആലോചിക്കണം. തൽക്കാലം എനിക്ക് മാണിക്യമംഗലത്ത് കയറാനോ ഇടപെടാനോ പറ്റില്ല. കോർട്ട് ഓർഡർ സ്റ്റേ ചെയ്യാനുള്ള ശ്രമങ്ങൾ ഞാൻ തുടങ്ങിയിട്ടുണ്ട്. എത്ര താമസം വരുമെന്ന് എനിക്കറിയില്ല. നമുക്ക് പോലീസിലൊരു പരാതി കൊടുത്താൽ? അത് ഞാൻ ആലോചിച്ചു. പക്ഷെ അതൊരു അറ്റകൈ പ്രയോഗം. കുട്ടിമണി ആരെയും തിരിച്ചറിയാത്ത സ്ഥിതിക്ക് പോലീസുകാരെന്ത് ചെയ്യാനാ? ഒന്നുകിൽ ഏതെങ്കിലും മഹിളാ മന്ദിരത്തിലാക്കും, അല്ലെങ്കിൽ സർക്കാർ ആശുപത്രിയിൽ ചികിത്സിക്കും. രണ്ടിലും ഭേദം മാണിക്യമംഗലം തന്നെ. ശരിയാണ് സാർ പറഞ്ഞത്. ജീവൻ ആപത്തൊന്നുമില്ലാത്ത സ്ഥിതിക്ക് കുട്ടു അവിടെ തന്നെ താമസിക്കട്ടെ. ഒരു നല്ല പ്ലാൻ ഉണ്ടാക്കി അവളെ പുറത്തിറക്കുന്നതാ ബുദ്ധി. കുട്ടിമണി പെങ്ങളുടെ ചികിത്സയെ കുറിച്ച് അറിയാൻ ഏതോ ഒരു വലിയ ഡോക്ടറെ കാണുന്ന കാര്യം കാർത്തിക പെങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കതൊന്ന് അന്വേഷിച്ചാലോ മനസ്സിജമ്പായി? പുറത്തിറങ്ങിയിട്ട് പോരെ ചികിത്സയെക്കുറിച്ച് ആലോചിക്കുന്നത്. അന്വേഷിച്ചറിഞ്ഞു വെക്കുന്നത് നല്ലതാ സിജ. നാളെ പോലീസ് ഇടപെടേണ്ടി വന്നാൽ എന്ത് ട്രീറ്റ്മെന്റാ കൊടുക്കേണ്ടതെന്ന് നമുക്ക് സജസ്റ്റ് ചെയ്യാലോ. എന്നാ പിന്നെ ഞാൻ വരട്ടെ, അപ്പോൾ വിളിക്കാം. ശരി സാർ. ശരി. വിഷമിക്കാതെ മനസ്സിജമ്പായി. ദുഷ്ടത പലപ്പോഴും ജയിച്ചെന്നിരിക്കും, പക്ഷെ അതിന് ഒരിക്കലും ഒന്നിനെയും കീഴടക്കാൻ പറ്റില്ല. Yeah.